അപ്പൊ ഓക്കെ അങ്ങനെ ഓക്കെ. ഹെക്ടിക് ആയിട്ടാണ് സ്കെഡ്യൂൾ ഷെഡ്യൂൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പോയിക്കൊണ്ടേയിരിക്കുന്നത്. സെലിബ്രേഷൻ, സ്പെഷ്യൽ എപ്പിസോഡ്സ് അങ്ങനെ ഒന്നും ഞങ്ങളുടെ ഒരു മൈൽ സ്റ്റോൺ ഹിറ്റ് ചെയ്ത് പോലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഓ, പ്രോപ്പർ ആയിട്ട്. പ്രോപ്പർ അപ്പൊ ആയിട്ട്. അത്രയും ഓക്കെ. ഹെക്ടിക് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യത്തെ വിഷു ഡേറ്റ് വരുന്ന ആ സമയത്ത് ഷൂട്ട് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് സെറ്റിലൊക്കെ ആകുമ്പോഴത്തേനും അവിടെ ഇങ്ങനെ നിങ്ങളൊക്കെ ഒരുക്കി ഇങ്ങനെ കണ്ണൊക്കെ അങ്ങനത്തെ ഒക്കെ അങ്ങനെ യൂഷ്വലി ഉണ്ടാവും. അങ്ങനെ സംഭവിക്കാറുണ്ട്. ആ പലപ്പോഴും ടൈം ഉള്ളപ്പോൾ ഈ പ്രത്യേകിച്ച് സീരിയൽസ് വരുമ്പോൾ കുറച്ച് വെർസറ്റൈൽ ആണല്ലോ, നമുക്ക് അതെ. കുറച്ച് ആഡ് ഓൺസ് ഒക്കെ ചെയ്യാം. ഓക്കെ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെൽ റിട്ടൺ നോവലിന്റെ റീമേക്ക്, ഐ മീൻ നോവലിന്റെ വിഷ്വലൈസേഷൻ ആയതുകൊണ്ട് ആ നമുക്ക് അങ്ങനെ ഒരു എക്സ്ട്രാ എപ്പിസോഡ്, സ്പെഷ്യൽ എപ്പിസോഡ് ആഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് അതിലില്ല. ഓക്കെ അപ്പൊ ഓക്കെ ഓൾറെഡി എഴുതി മനസ്സിലായി. വച്ചിരിക്കുന്ന കാര്യം നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കാര്യങ്ങൾ നമുക്ക് ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ തൽക്കാലം ഇല്ല. തൽക്കാലം ഇല്ല. അതെ. ഓക്കെ. ഞാൻ രാഹുലിന്റെ ഇതിപ്പോ ഇന്റർവ്യൂ എടുക്കാൻ ഞാൻ സെർച്ച് ചെയ്തപ്പോ CA കാരനാണ്. ഇപ്പൊ അത്രയും ബുദ്ധിയുള്ള ഒരു ബുദ്ധിജീവിയാണോ എന്റെ മുന്നിലിരിക്കുന്നത്? ഞാൻ 12th കഴിഞ്ഞ് ആ ചാർട്ടേഡ് അക്കൗണ്ടൻസി ആണ് ജോയിൻ ആ ചെയ്തത്. ഓക്കെ. കോളേജ് പോലും സ്കിപ്പ് ചെയ്തിട്ട് ആ പെട്ടെന്ന് പഠിക്കുക, ജോലി കിട്ടുക, അങ്ങനെ ഒരു മൈൻഡ് ആയിരുന്നു. ഓക്കെ പിന്നെ അച്ഛനും അമ്മ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓക്കെ എനിക്കും അക്കൗണ്ടൻസി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അതുകൊണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി ജോയിൻ ചെയ്തു. ആ ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സബ്ജക്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇന്റർ ഒക്കെ പാസ്സായി കഴിഞ്ഞ് ഇത് എന്റെ ഒരു പരിപാടി അല്ലാന്ന് എനിക്ക് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ ഡ്രോപ്പ്. അപ്പൊ രാഹുൽ, അപ്പൊ വിഷുവൊക്കെയാണ്, നല്ല അടിപൊളി സദ്യ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ കുറച്ച് പ്രത്യേകം ഞാൻ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രാൻഡ് ഓൺട്രേ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സദ്യയാണ് ഞങ്ങൾക്ക് മുന്നിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കാണുമ്പോ തന്നെ അത് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. എങ്ങനെ സദ്യ ഇഷ്ടപ്പെടുന്ന ഞാൻ കൂട്ടത്തിലാണോ? ആക്ച്വലി ഇന്ന് ആ ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു വന്നപ്പോ. ആ അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ആ വെറുതെ ഇങ്ങനെ മനസ്സിൽ ചെറിയൊരു ക്രേവിങ് വന്നായിരുന്നു, ടു ബി ഓണസ്റ്റ്. ആ. സദ്യ എങ്ങനെ കഴിക്കണം എന്ന്. ആണോ? അപ്പൊ ഓ, തന്നെ മനസ്സിൽ ഞങ്ങൾ വായിച്ചു ഇതൊക്കെ തന്നിരിക്കുന്ന സദ്യ. അപ്പൊ തന്നെ ഇത് കിട്ടി. വെജ് ആണോ നോൺ വെജ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? നോണാണ് ഇഷ്ടം. നോൺ ആണ് ഇഷ്ടം. പക്ഷെ സദ്യ ഒരു പ്രത്യേക ഫീൽ ആണല്ലോ. ഫീലാണ്. അതെ നോൺ അതെ അതെ. ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് അതെ സദ്യ. അതെ അതെ. Yeah. നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് വിഷു, ഓണമൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ സദ്യയോട് പ്രത്യേക പ്രേമം. കുക്കിംഗ് ഒക്കെ ചെയ്യോ? കുക്കിംഗ് അങ്ങനെ അധികം ഇപ്പൊ പണ്ട് വർക്ക്ഔട്ട് ഒക്കെ ഭയങ്കര എക്സ്റ്റൻസീവ് ആയിട്ട് ചെയ്തുകൊണ്ട സമയത്ത് ചിക്കൻ ഒക്കെ ഞാൻ തന്നെ ഉം. ഉണ്ടാക്കി കഴിക്കും. ഉം. അല്ലാണ്ട് അങ്ങനെ അല്ലാതൊരു കുക്കിംഗ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ചെയ്യാറില്ല. മുട്ടയൊക്കെ പൊരിയും. അല്ലാണ്ട് വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് പരീക്ഷണങ്ങളൊന്നും നടത്താറില്ലാന്ന്. എനിക്ക് വേണ്ടതൊക്കെ ഉം. ഞാൻ തന്നെ ചെയ്യാറുണ്ട്. ഓക്കെ. പിന്നെ ഇപ്പൊ മറ്റേ ഒരു കോഫി മെഷീൻ മേടിച്ചു വീട്ടിൽ, ആ എസ്പ്രസോ. എക്സ്പ്രസോ. ആ അത് ആക്ച്വലി ലോങ് പ്രോസസ് ആണ്. ആ നമ്മൾ കോഫി ബീൻ എടുത്ത് ഗ്രൈൻഡ് ചെയ്ത് ആ അങ്ങനെയൊക്കെ ചെയ്യണം. വലിയ ചെയ്യണം. പ്രോസസ് അത്. ഓക്കെ. അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടാണ്. ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ? വീട്ടിലാണെങ്കിൽ ഇപ്പൊ കറന്റ്ലി എഴുന്നേറ്റ് ആദ്യം തന്നെ ഉം. കോഫി ഉണ്ടാക്കാനുള്ള എക്സൈറ്റ്മെന്റിലാണ് എഴുന്നേക്കുന്നത്. ഓക്കെ. എന്നിട്ട് എന്റെ എപ്പിസോഡ് വന്നിട്ടുണ്ടെങ്കിൽ കാണും, ഓക്കെ. കാര്യങ്ങളൊക്കെ ഒന്ന് ജഡ്ജ് ചെയ്യും. ജഡ്ജ്. എന്നിട്ട് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയിട്ട് ഉം. പിറ്റേ ദിവസം ഷൂട്ട് ഇല്ലാന്ന് വെച്ചോ. ഉം. അപ്പൊ ഞാൻ കുഴുപ്പള്ളി ബീച്ചിലെ ഒരു പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ പേഴ്സണൽ ഒന്നുമല്ല, ആ ആ. പക്ഷെ അധികം ആൾക്കാരും വരാത്ത ഒരു സ്ഥലമാണ്. ഉം. അവിടെ ഞാൻ രാത്രി പോയിരിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ എന്റെ വണ്ടി, ഞാൻ കാർ ഓൾ വീൽ ഡ്രൈവ് മേടിച്ച് ബീച്ചിലേക്ക് ഒന്ന് ഓടിക്കാനാണ്. ഓടിക്കാം. അപ്പൊ അവിടെ എല്ലാ വണ്ടിയും കയറില്ല. കേരള. അപ്പൊ ഓക്കെ. നമ്മൾ ആ ഒരു ഓഫ് റോഡ് മോഡൊക്കെ ഇട്ട് ആ അവിടെ കൊണ്ട് നിർത്തി രാത്രി അവിടെ ടൈം സ്പെൻഡ് ഓക്കെ. ചെയ്യാറുണ്ട്. പുതിയ കാറ് റീസെന്റ് അല്ലേ എടുത്തത്? ഫ്യൂ മന്ത്സ് ഫ്യൂ ബാക്ക്. മന്ത്സ് ബാക്ക് അല്ലേ? ഇൻസ്റ്റയിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. അതെന്തോ? അവിടെ പോയി ഇരിക്കാറുണ്ട്. അതെനിക്ക് ഉം. ഭയങ്കര ഇഷ്ടമാണ്. പിറ്റേ ദിവസം ഷൂട്ടൊന്നും ഇല്ലെങ്കിൽ ഉം. ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഉം. അപ്പൊ അങ്ങനെ വണ്ടി എടുത്ത പിന്നെ കേട്ടോ. അതെ. കാറിനോടാണോ താല്പര്യം? ആ കാർ ഭയങ്കര ഇഷ്ടമാണ്. ഉം. ഇപ്പൊ എന്റെ ലൊക്കേഷൻ വരുന്ന അടുത്തായതുകൊണ്ട് ചിലപ്പോ ഞാൻ പോകുമ്പോ കറങ്ങിയൊക്കെ പോകാറുണ്ട്. രാത്രിയൊക്കെ ആണെങ്കിൽ ട്രാഫിക് ഇല്ലെങ്കിൽ കറങ്ങി പോകും. പിന്നെ കറങ്ങിപ്പോ. ചുമ്മാ ഒരു മണിക്കൊക്കെ ഉം. ഇറങ്ങി ഡ്രൈവ് ഒക്കെ ഉം. പോകാറുണ്ട്. നല്ലൊരു ഫീലാണ് കാറിന്. ഓക്കെ. ഫസ്റ്റ് ടൈം ഫസ്റ്റ് കാറാണോ മേടിച്ചത്? അല്ലല്ല സെക്കൻഡ് അല്ലേ? ഓക്കെ. രണ്ടും സീരിയൽ വന്നതിന് ശേഷമാണോ? അല്ലല്ല, ആദ്യത്തെ ബിസിനസിന്റെ ഒക്കെ ബിസിനസ്. ഓക്കെ സമയത്താണ്. ഓക്കെ. ആ സമയത്ത് ഇത് നമ്മുടെ സീരിയൽ വന്നതിന് ശേഷം. ഇനി എന്തെങ്കിലും ഗെയിംസ് ഉണ്ടോ ഇങ്ങനെ മേടിക്കണം അല്ലെങ്കിൽ? മേടിക്കാൻ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ആ അതെല്ലാം. ആ. പക്ഷെ ഇത് ഇപ്പൊ എല്ലാവരും ഡ്രീം കാർ ഏതാന്ന് ചോദിച്ചാൽ എല്ലാവരും വലിയ വലിയ കാര്യങ്ങളാണ് അങ്ങനെ പറയേണ്ടത്. ഉം, ഉം. പക്ഷെ എന്റെ കറന്റ് ഫിനാൻഷ്യൽ കപ്പാസിറ്റി വെച്ചിട്ട് എന്റെ ഡ്രീം കാർ ഇത് തന്നെയായിരുന്നു. ഈ പലരും പറയണ നമ്മൾ അങ്ങനെ വലുത് ആഗ്രഹിച്ചാലാണ്. ഏതാ കാറ്? ഏഹ് ഇന്നിപ്പോ മുകളിലെ ഏതാ കാറ്? ആരുടെ? എന്റെ ടാറ്റയുടെ സിമ്പിൾ കണ്ടു. ഹാരിയർ. ഹാരിയർ ആണോ? ഹാരിയറിന്റെ എനിക്ക് ടാറ്റ EV ആണ്. ടിയാഗോ ഉണ്ട്, EV.
EV, എന്റെ ഹാരിയർ EV. എന്റെ ടിയാഗോ ചെറുത്. നല്ല ഏതാ, ചെറുത് വലുതൊന്നുമല്ല, കാർ ഈസ് കാർ. അതെ അതെ അതെ. നമ്മുടെ കാർ എന്ന് പക്ഷെ പറഞ്ഞാൽ നമ്മുടെ ഞാൻ കാർ. ഡ്രൈവിംഗ് പഠിച്ചപ്പോ പിന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നു. ഒറ്റയ്ക്ക് നമ്മൾ കറി പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു, എന്തോ ഒരു സംതിങ്, എന്താ പറയാ, ഞാൻ എന്തോ വലിയൊരു സംഭവം ചെയ്യുന്ന പോലെ എനിക്കൊരു ഫീൽ വന്നത് ഡ്രൈവിംഗ് പഠിച്ച ആക്ച്വലി പിന്നെ. വലിയ സംഭവമാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ഡ്രൈവിംഗ് ഞാൻ ഇങ്ങനെ ഇത്ര ആയിട്ടില്ല. അപ്പം ഞാൻ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിരുന്നേ. അപ്പൊ എനിക്ക് ഡ്രൈവിംഗ് ഒക്കെ പിടിച്ച സ്വന്തം കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വന്തം കാര്യത്ത് പോകുമ്പോഴത്തേനും സംതിങ് ഐ ഏൺ ഇറ്റ് എന്നൊക്കെ ഒരു ഫീൽ ഒക്കെ എനിക്ക് തന്നെ വന്നു. അതെ, ഡ്രൈവ് എന്ന് വെച്ചാൽ പലർക്കും ആഗ്രഹം ഉണ്ടായിട്ട് പറ്റാത്തൊരു കാര്യമാണല്ലോ ഇത്. അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റുക, എൻജോയ് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ അത് ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആണ്. സത്യം. എല്ലാ ദിവസവും എനിക്ക് വണ്ടി ഓടിക്കുമ്പോ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിക്കുന്നത്. എനിക്കത് മാറ്റ് ഫിനിഷ് അല്ലേ എടുത്തേ? ഓ, അതറിയാം. കാറിനെ പറ്റി വലിയ പൊട്ടത്തരം പറയണ്ടെന്ന് ഓർത്ത് മിണ്ടാതിരുന്നതാ. മാറ്റ് ഫിനിഷ് ആണ്. അത് ഇറങ്ങിയപ്പോ തൊട്ട് ഞാൻ മനസ്സിൽ. എങ്ങനെ, ബ്ലാക്ക് ആണോ ഭയങ്കര ഇഷ്ടമുള്ള ഫേവറേറ്റ് കളറ്? ഫേവറേറ്റ് കളറ് അങ്ങനെ ബ്ലാക്ക് ബ്ലൂ എല്ലാം ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും ഒരെണ്ണം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. പിന്നെ വണ്ടിയിൽ പ്രത്യേകിച്ച് ബ്ലാക്ക് ആണ്. ഞാൻ ഡ്രസ്സൊക്കെ ആണെങ്കിലാണ് വേറെ ഉദ്ദേശിച്ചത്. രാഹുലിന്റെ ഒരു ഇന്റർവ്യൂല് ഞാൻ ഇങ്ങനെ പറയാനായിട്ട് എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം കമ്മിറ്റ്മെന്റ്. ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ള ഒരു സംഭവം എനിക്ക് ഭയങ്കര പേടിയാണ്. അതെന്തുകൊണ്ടാണ്? എന്ന് പറഞ്ഞാൽ വിത്ത് എ പേഴ്സൺ, അല്ലാണ്ട് നമ്മളൊരു പ്രൊജക്ട് അല്ല വിത്ത് എ പേഴ്സൺ അങ്ങനെ എന്തെങ്കിലും സങ്കടപ്പെടുത്തുന്ന? ഇല്ല, സങ്കടപ്പെടുത്തുന്നൊന്നല്ല. എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ ബിഗ് ഡീൽ. ഒരാളായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് പറഞ്ഞാൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. മെന്റലി, ഫിസിക്കലി, അതല്ല ഉദ്ദേശിച്ചത്. വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് മൊത്തത്തില്. നമ്മുടെ എനർജി ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതൊരു അതിന് പേടി വേണം. കാരണം നമ്മൾ തുടക്കം തന്നെ ചാടിക്കേറി ഒരാളായിട്ട് ഭയങ്കര ഇതായിട്ട് പിന്നീട് അത് വരുന്നേക്കാളും അത് വളരെയധികം ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമൊക്കെ ആണല്ലോ. അപ്പൊ അത് ഒബിയസ്ലി എപ്പോഴും മനസ്സിലൊരു വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഫ്യൂച്ചർ പാർട്ട്ണറിനെ കുറിച്ചുള്ള സങ്കല്പം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ സങ്കല്പമൊന്നും ഞാനിപ്പോ സങ്കല്പിക്കാറില്ല. കാരണം എന്റെ മനസ്സിലിപ്പോ സിനിമയാണ്. സിനിമാ താരങ്ങളെക്കാൾ ഒരു പിടി കൂടുതൽ ഇഷ്ടമാണ് എന്നും മലയാളികൾക്ക് സീരിയൽ താരങ്ങളോട്. അതേ ഇഷ്ടം തന്നെയാണ് ഇവർക്ക് തിരിച്ചും ഉള്ളത്. സിനിമയിലെയും സീരിയലിലെയും താരങ്ങളെയെല്ലാം സ്വന്തം വീടുകളിലെ ആളുകളെ പോലെ തന്നെയാണ് പലപ്പോഴും മലയാളികൾ കാണാറുള്ളത്. ആരാധകർക്ക് സീരിയൽ താരങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടാകാറുമുണ്ട്. അത്തരത്തിൽ കുടുംബ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ മുഖമാണ് രാഹുൽ സുരേഷിൻ്റേത്. കാതോട് കാതോരം എന്ന സീരിയലിൽ നായികവേഷം ചെയ്തതോടെയാണ് രാഹുലിന് ജനപ്രീതി ഉണ്ടായത്. ഇപ്പോൾ താരം ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന മഴ തോരും മുൻപേ എന്ന സീരിയലിൽ നായകവേഷമാണ് ചെയ്യുന്നത്. കുടുംബത്തിന്റെ അവഗണനയുടെ വേദനകൾക്കിടയിലും കരുണയോടുകൂടി ജീവിതം നയിക്കുന്ന അലീനയുടെ ഹൃദയസ്പർശിയായ കഥ തന്നെയാണ് മഴ തോരും മുൻപേ പറയുന്നത്. നിഖിതയാണ് സീരിയലിൽ രാഹുലിന്റെ നായികയായിട്ട് എത്തുന്നത്. മോഡലിംഗിലൂടെയാണ് രാഹുൽ കരിയർ ആരംഭിച്ചത്. +2 കഴിഞ്ഞ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ചെയ്തു. തൻ്റെ ജീവിതത്തെക്കുറിച്ച് അഭിനയത്തെക്കാൾ ഉപരി തൻ്റെ കരിയറിനെക്കുറിച്ച് കൃത്യമായ ബോധവും ലക്ഷ്യവുമുള്ള ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ. പെട്ടെന്ന് ജോലി കിട്ടുക തന്നെയായിരുന്നു രാഹുലിൻ്റെ ലക്ഷ്യം. അച്ഛനും അമ്മയ്ക്കും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. തനിക്ക് അക്കൗണ്ടൻസി ഇഷ്ടവുമാണ്. അങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തുന്നത്. ആക്ടിംഗ് ഇഷ്ടമായിരുന്നുവെങ്കിലും ഈ ഫീൽഡിലേക്ക് വരാൻ ഒരു മെൻ്റൽ ബ്ലോക്കായിരുന്നു. മോഡലിംഗ് ആണ് ചെയ്തു തുടങ്ങിയത്. പിന്നീട് പിന്നണി ഗായിക ഗൗരി ലക്ഷ്മിയുടെ ഒരു മ്യൂസിക് വീഡിയോയിൽ അഭിനയിച്ചു. അത് പുറത്തു വന്ന ശേഷം കിട്ടിയ നല്ല പ്രതികരണങ്ങളാണ് ഈ ഫീൽഡിൽ തന്നെ തുടരാൻ പ്രേരിപ്പിച്ചത്. താൻ ചെയ്ത വർക്ക് കാണുമ്പോൾ കിട്ടുന്ന കിക്ക് തനിക്കിഷ്ടമാണെന്നാണ് രാഹുൽ പറയുന്നത്. കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞ് താൻ ഒരുപാട് ബുള്ളിയിങ് അനുഭവിച്ചിട്ടുണ്ട് എന്നും രാഹുൽ പറയുന്നുണ്ട്. കുട്ടിക്കാലത്ത് ഒരുപാട് ബോഡി ഷേമിംഗ് താൻ അനുഭവിച്ചിട്ടുണ്ട്. അന്ന് താൻ മെലിഞ്ഞായിരുന്നു ഇരുന്നത്. വിളറി വെളുത്തതുപോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ +1 +2 കാലമൊക്കെ ഓർക്കാൻ പോലും പറ്റില്ല. ഭീകരമായിരുന്നു. എന്നും വീട്ടിൽ പോയി താൻ കരയുമായിരുന്നു എന്നും രാഹുൽ പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ രാഹുലിന് ലോകം നിറയെ അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ എല്ലാവർക്കും രാഹുലിനോട് വലിയ സ്നേഹമാണ്, ആരാധനയാണ്. രാഹുൽ വിവാഹിതനാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. കാരണം താരത്തിൻ്റെ പല ചിത്രങ്ങളും കാണുമ്പോൾ വിവാഹിതനാണ് എന്ന ഒരു തോന്നലാണ് പലർക്കും ഉണ്ടാവാറുള്ളത്. എന്നാൽ അതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും രാഹുൽ ഇതുവരെയും പങ്കിട്ടിട്ടില്ല. ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ താരത്തിന് നിരവധി സുഹൃത്തുക്കളുണ്ട്. നിരവധി ഫോട്ടോഷൂട്ടുകളും താരം പങ്കുവയ്ക്കാറുണ്ട്.
അതിൽ തന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായി താരം ഇഷ്ടത്തിലാണോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്. ഇനി മഴത്തോരു മുൻപേലെ നിഖിതയും രാഹുലും തന്നെ ഒന്നാകണം എന്നാണ് ആരാധകരുടെ പക്ഷം.